ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितं च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरूपेश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भद्रे श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य चरितधारी कृपाम्बुदिर्यस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्। നമ്മള് ചൈതന്യ ചരിതാമൃതം മധ്യലീല എട്ടാമത്തെ അധ്യായം 247 ശ്ലോകം മുതൽക്ക്. संपत्तिर मध्ये जीवेर कौन संपत्ति गणी राधा कृष्ण प्रेम यंड्रा से बड़ा धनी। संबत्तिर मध्ये गणे जीवित संबत्ति गणे राधा कृष्ण प्रेम यंड्रा से ये बड़ा धनी। हरे कृष्ण। Sri Chaitanya Mahaprabhu asked, of the many capitalists who possess great riches, who is the topmost? So Chaitanya Mahaprabhu ായിട്ട് ചോദിക്കുന്നത് എല്ലാ ധനികരിലും പല ആൾക്കാര് ധനികരാണ്. അതിലെ ഏത് ധനികനാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധനം ശേഖരിച്ചു വെച്ചിട്ടുള്ളത്, അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. രാമാനന്ദ replied, he who is richest in love for Radha and Krishna is the greatest capitalist. ആർക്കാണോ രാധാകൃഷ്ണ ഈ ഡിവൈൻ കപ്പിളിനോട് പ്രേമം ആക്കമഴിഞ്ഞ നിസ്വാർത്ഥമായിട്ടുള്ള പ്രേമമുള്ളത് അവരാണ് ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് വെൽതി റിച്ചസ്റ്റ് മാൻ ഓർ ക്യാപിറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. So everyone in this material world is attempting to acquire riches to satisfy the senses. എല്ലാവരും ഈ ഭൗതിക ലോകത്തില് കൂടുതൽ കൂടുതൽ ധനം ശേഖരിക്കണം. കാരണം ധനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്നാണ് നമ്മളുടെ എല്ലാവരും പൊതു വിചാരം, അല്ലെ? അപ്പൊ എല്ലാവരും ധനം ആർജിക്കാൻ വേണ്ടിയിട്ട് അങ്കപ്പാട് പെടുകയാണ്. അപ്പോൾ അതിന് എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് എങ്ങനെ കൂടുതൽ ധനം സമ്പാദിക്കാം എന്നുള്ള ആ ഒരു അന്വേഷണത്തിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട്. അതാണല്ലോ നമുക്ക് എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ നമ്മള് എന്താണ് ധർമ്മ അർത്ഥ കാമ, അല്ലെ? ധർമ്മം നമ്മൾ ചെയ്യുന്നത്, നമ്മള് ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഭഗവാനെ ഉപാസിക്കുന്നു എന്നുള്ള ആ ഒരു, അല്ലെ, ഒരു ചിന്ത. ഭഗവാനെ ഉപാസിക്കാൻ ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടാണോ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്? 99.99% ആൾക്കാരും അല്ല. അവനവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് നമ്മൾ കുറച്ചെന്തെങ്കിലും കൊടുക്കുക, കൂടുതൽ പ്രതീക്ഷിക്കുക ഭഗവാന്റെ.
വണ്ടിപ്പെട്ടിയിൽ ഒരു 100 പിഴ, നമുക്ക് ഒരു 50 ലക്ഷത്തിന് വീട് കിട്ടണേ, നല്ലൊരു ജോലി വേണേ, അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങൾ. അപ്പോൾ നമ്മളെല്ലാം നമ്മളുടെ ഇന്ദ്രിയഭോഗത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അടുത്ത് പോകുന്നത്. അല്ലാണ്ട് ഭഗവാനോടുള്ള അകമഴിഞ്ഞ പ്രേമം കൊണ്ട്, സ്നേഹം കൊണ്ടൊന്നുമില്ല. ഭഗവാനെ സേവിക്കാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടുമല്ല. അത് ഭക്തന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഭൗതിക തലത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കാര്യം നിറവേറണം, കാര്യം സാധിക്കണം, അതിനുവേണ്ടി മാത്രമാണ് ഭഗവാനെ സമീപിക്കുന്നത്. 4 തരത്തിലുള്ള ആൾക്കാർ ഭഗവാനെ സമീപിക്കുന്നത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെ? ചതുർവിധ ഭജന്തേമാ. എന്തൊക്കെയാണ്, ആരൊക്കെയാണ്? അർത്ഥോ ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനീച്ച, ഭരദർശനം, അല്ലെ? അർത്ഥം ഡിസ്ട്രസ്റ്റ്, അർത്ഥാർത്ഥി എന്താണ്? പണം ആവശ്യമുള്ളവർ, ധനം ആവശ്യമുള്ളവർ. ഓക്കെ. ജ്ഞാനി വൈസ്, ജ്ഞാനമുള്ളവർ. ജിജ്ഞാസു ഇൻക്വിസിറ്റീവ്. ഈ 4 തരത്തിലുള്ള ആൾക്കാരാണ്. എല്ലാം സെൽഫിഷാണ് മെന്റാലിറ്റി. എങ്കിലും അങ്ങനെയെങ്കിലും വരട്ടെ, എന്നിട്ട് ഭഗവാൻ ആരാണ്, താൻ ആരാണ്, രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത് മനസ്സിലായാൽ അവര് തീർച്ചയായിട്ടും ഒരു ഭക്തനായി മാറും. അപ്പോ ഔട്ട് ഓഫ് ഡ്യൂട്ടി, ഔട്ട് ഓഫ് ഡിസയർ, ഔട്ട് ഓഫ് ഡ്യൂട്ടി, ഔട്ട് ഓഫ് ഫിയർ, ഔട്ട് ഓഫ് ലവ്. ചില ആൾക്കാർ ഭഗവാനെ ചെന്ന് തന്നു ഔട്ട് ഓഫ് ഡ്യൂട്ടി. കാരണം നമുക്കാണ് ഭഗവാൻ ഇതെല്ലാം തന്നിരിക്കുന്നത്. അപ്പൊ ആ ഭഗവാനോട് നമുക്ക് ഒരു കൃതജ്ഞത വേണ്ടേ, നന്ദി പ്രകടിപ്പിക്കണ്ടേ? ഇതെല്ലാം തന്ന ആ ഭഗവാനെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടേ? ഔട്ട് ഓഫ് ഡ്യൂട്ടി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോകുന്നു, ഭഗവാനെ സ്തുതിക്കാൻ പോകുന്നു. ഔട്ട് ഓഫ് ഡിസയർ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സർവകാമ, അല്ലെ? ഭാഗവതത്തിൽ പറയുന്ന കാമ സർവകാമ, എല്ലാ ആഗ്രഹങ്ങളുണ്ട്. ഭൗതിക തലത്തിൽ ആഗ്രഹിക്കാൻ പറ്റാത്തൊന്നുമില്ല. ഏത് തരത്തിലും നമുക്ക് ആഗ്രഹിക്കാം, അല്ലെ? ഭൗതിക തലത്തിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം ആഗ്രഹിച്ചു തരുന്ന ആർക്കെ? ഭഗവാൻ മാത്രമേ പറ്റൂ. ആ ഭഗവാനെ നമ്മൾ ഉപാസിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, അല്ലെ? ഔട്ട് ഓഫ് ഡിസയർ, ഔട്ട് ഓഫ് ഫിയർ, പേടി. എന്താണ് പേടി? നമ്മളുടെ ധനം അപഹരിക്കപ്പെടുമോ, നഷ്ടപ്പെടുമോ? നമ്മളുടെ സൗന്ദര്യം നഷ്ടപ്പെടുമോ? നമ്മളുടെ യൗവനം നഷ്ടപ്പെടുമോ? നമ്മളുടെ കുടുംബാംഗങ്ങൾ, വേണ്ടപ്പെട്ടവര്, കിത്തൻ കിൻ, അവർ നഷ്ടപ്പെടുമോ? നമ്മളുടെ പേരും പ്രശസ്തിയും നഷ്ടപ്പെടുമോ? ഈ പേടി, എല്ലാവർക്കും ഭയം. ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, പുണ്യകർമ്മം ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ? ഇങ്ങനെ ഒരുപാട് പേടി. ഡെത്തിനെ പറ്റി, മരണത്തെ പറ്റി ഏറ്റവും കൂടുതൽ പേടി എല്ലാവർക്കും, അല്ലെ? അപ്പോൾ ഔട്ട് ഓഫ് ഫിയറും, പിന്നെ അവസാനത്തെ കാറ്റഗറി ഔട്ട് ഓഫ് ലവ്, അത് നിസ്വാർത്ഥ സേവനം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, ഇതാണ് ഭഗവാനെ സമീപിക്കുന്ന ആൾക്കാർ. The wealthy are generally accepted as the most important personalities in this material world. But when we compare a material man of wealth to one wealthy in devoted service to Radha Krishna, the latter is found to be the greatest capitalist according to Srimad Bhagavatam. സാധാരണ നമ്മൾ അറിയപ്പെടുന്നത് ധനവാൻ, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആള്, ധനികൻ, അവരാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരു സമൂഹത്തിൽ. പക്ഷെ അതിനേക്കാട്ടിലും എത്രയോ മീതെയാണ് ആരെ? വെൽത്ത് ഓഫ് ലവ് ഓഫ് കൃഷ്ണ, ഡിവോഷൻ സർവീസ് ടു രാധാ ആൻഡ് കൃഷ്ണ. അവരാണ് ഏറ്റവും വലിയ ധനികൻ. അവരുടെ അടുത്തുള്ള ആ സ്പിരിച്വൽ വെൽത്ത് ആണത്. അപ്പൊ അതിനോട് ഈ മെറ്റീരിയൽ വെൽത്ത്, ഭൗതിക തലത്തിലുള്ള വെൽത്ത് ആയിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. മെറ്റീരിയൽ വെൽത്ത് വിൽ ഡിമിനിഷ്, അല്ലേ? പക്ഷെ സ്പിരിച്വൽ വെൽത്ത് അത് ഡിമിനിഷ് ആവോ? സ്പിരിച്വൽ വെൽത്ത് ഡിമിനിഷ് ആവോ? അപ്പൊ അതിന് സ്പിരിച്വൽ വെൽത്തിന്റെ എന്താ വ്യത്യാസം? സ്പിരിച്വൽ വെൽത്തും മെറ്റീരിയൽ വെൽത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് വ്യത്യാസം? സ്പിരിച്വൽ വെൽത്ത് നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. ഓക്കെ. മെറ്റീരിയൽ ഈ ഒരു ജന്മത്തോടെ അത് കഴിയും. പിന്നെ മെറ്റീരിയൽ വെൽത്ത് ഡിമിനിഷ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? സ്പിരിച്വൽ വെൽത്ത് ഒരിക്കലും കുറയില്ല. അത് നേരെ മറിച്ച്
അത് കൂടുകയുള്ളൂ. സ്പിരിച്വലി നമ്മൾ എപ്പോഴും നമ്മുടെ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ എന്താണ് ആനന്ദം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കാം അല്ലെ, ആനന്ദാംബുതി വർധനം. അപ്പോ ശ്രീമദ് ഭാഗവതത്തില് എന്താണ് പറയുന്നത്? കിം അലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ തഥാപി തത്പരാരാജൻ നഹി പഞ്ചന്തി കിഞ്ചന. What is difficult for devotees of Lord Krishna, who is the shelter of the goddess of fortune? Although such devotees can obtain anything, O king, they do not desire anything. അപ്പൊ എന്താണ് രാധാകൃഷ്ണൻ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത്? അവരെല്ലാവരും ഹു ഇസ് ദ ഷെൽട്ടർ ഓഫ് ദ ഗോഡസ് ഓഫ് ഫോർച്യൂൺ, ലക്ഷ്മി ദേവിയുടെ ആശ്രയം, രാധാകൃഷ്ണന്റെ ആശ്രയമാണ് തേടിയിരിക്കുന്നത്. Although such devotees can obtain anything, അവർക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. പക്ഷെ അവരും ഭൗതികമായിട്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഒന്നും ആഗ്രഹിക്കില്ല. എന്താണ് അവരെ ഒരേ ഒരു ആഗ്രഹം? എപ്പോഴും ഭഗവാനെ സേവിക്കണം, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യണം എന്ന് ഒരേ ഒരു ആഗ്രഹമുള്ളൂ. അവർക്ക് ഭൗതിക തലത്തിൽ എന്ത് ആഗ്രഹം വേണമെങ്കിലും സാധിച്ചെടുക്കാൻ പറ്റും, പക്ഷെ അവര് അതിന് ശ്രമിക്കില്ല. അവരെ ഒരേ ഒരു ആഗ്രഹം എപ്പോഴും ഭഗവാനെ സേവിക്കണം എന്ന ഒരേ ഒരു ആഗ്രഹം. അതാണ് ശുദ്ധ ഭക്തന്റെ ആഗ്രഹം. 248 ദുഃഖ മധ്യേ കോന ദുഃഖായ ഗുരുതര കൃഷ്ണ ഭക്ത വിരഹ വിന ദുഃഖ നാഹി ദേഖി പാര. दुःख मध्ये कोण दुःखाय गुरुतर कृष्ण भक्त विरह विना दुःख नहीं देखी पारा. Sri Chaitanya Mahaprabhu asked, of all kinds of distress, what is the most painful? Chaitanya Mahaprabhu വീണ്ടും രാമാനന്ദറായനോട് ചോദിക്കണേ, എല്ലാ ദുഃഖത്തിലും എല്ലാ ക്ലേശങ്ങളിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ദുഃഖകരമായിട്ടുള്ള എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നത്? വാട്ട് ഈസ് മോസ്റ്റ് പെയിൻഫുൾ? ഏറ്റവും കൂടുതൽ ദുഃഖം എന്താണ്? വലിയ ദുഃഖം എന്താണ്? Sri Ramananda Rai replied, apart from separation from the devotees of Krishna, I know of no unbearable unhappiness. ഏറ്റവും വലിയ ദുഃഖം എന്താണ്? ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള വിരഹം. അതല്ലാണ്ട് വേറൊരു വലിയ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നില്ല. അതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ദുഃഖം. അതായത് സെപ്പറേഷൻ ഫ്രം ദ ഡിവോട്ടീസ് ഓഫ് കൃഷ്ണ, ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നുള്ള ആ വിരഹമാണ് ഏറ്റവും വലിയ ദുഃഖം എന്നാണ് ഇവിടെ പറയുന്നത്. Concerning this, the Lord states in the Vedic literature, Mam Anaradhya Dukhartha Kudumbasakta Manasa Satsanga Rahido Martyo Vriddha Seva Parichuda. A person who does not worship me, who is unduly attached to family and who does not stick to devotional service must be considered the most unhappy person. ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ളവരും ആളാരാണെന്ന് ചോദിച്ചാൽ, ആരാണോ എന്നെ ഉപാസിക്കാതെ, എന്നെ പ്രാർത്ഥിക്കാതെ, എന്നെ ആരാണോ ഏറ്റവും തൻ്റെ കുടുംബത്തോടും മറ്റ് ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളോടും ആസക്തനായിട്ടിരിക്കുന്നത്, ആരാണോ ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യാത്തത്, അവരാണ് ഈ ഭൗതിക ലോകത്തിൽ ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ള വ്യക്തി എന്നാണ് പറയുന്നത്. Similarly, one who does not associate with Vaishnavas, one who does not associate with Vaishnavas or who does not render service to his superior is also a most unhappy person. ഒരു വൈഷ്ണവ അപരാധമായിട്ടാണ് കാണുന്നുണ്ട്. അതായത് വൈഷ്ണവന്മാരെ നമ്മൾ കാണുമ്പോൾ സന്തോഷം നമുക്ക് വന്നിട്ടില്ലെങ്കിൽ അതൊരു അപരാധമായിട്ടാണ് പറയുന്നത്. വൺ ഓഫ് ദ വൈഷ്ണവ അപരാധാസ്. അപ്പൊ ഏതൊരു വ്യക്തിയാണോ വൈഷ്ണവന്മാരായിട്ട് സംഘം ചേരാത്തത്, ഏതൊരു വ്യക്തിയാണോ തൻ്റെ സുപ്പീരിയേഴ്സ് ഭക്തന്മാരായിട്ട് അവരെ സേവനം ചെയ്യാത്തത്, അവരാണ് ഏറ്റവും ദുഃഖികളായിട്ടുള്ള, സന്തോഷമില്ലാത്ത ആൾക്കാർ എന്നാണ്. There is also the following statement in Brihad Bhagavatamrita. Swajivanaadhikam prarthyam Sri Vishnu Jana Sangada Vichedana Kshanam Chatra na Suksham Sam Labamahe. Out of all kinds of desirable things experiencing the life of a living entity, association with the devotees of the Lord is the greatest.
അപ്പോ ഏറ്റവും നല്ലൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സംഘം. അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. When we are separated from a devotee, even for a moment, we cannot enjoy happiness. നമ്മൾ ഭക്തന്മാരിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് ദുഃഖിതരാവും, നമുക്ക് സന്തോഷം ലഭിക്കില്ല എന്നാണ് പറയുന്നത്. 249 മുക്ത മധ്യേ കോൺ ജീവ മുക്ത കരീമാണി കൃഷ്ണ പ്രേമയാൻ രസേ മുക്ത ശിരോമണി. मुक्ता मध्य कौन जीवा मुक्ता कारी मणि कृष्ण प्रेमायन रसे मुक्ता शिरोमणि. Sri Chaitanya Mahaprabhu then inquired, out of all liberated persons, who should be accepted as the greatest? Chaitanya Mahaprabhu വീണ്ടും രാമാനന്ദരായിട്ട് ചോദിക്കുകയാണ്, അതായത് മുക്താത്മാക്കളില് ആരാണ് ഏറ്റവും മീതക്കടയില് അല്ലെ, ഏറ്റവും ആ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ഭക്തന്മാർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. Ramananda Rai replied, he who has love for Krishna has attained the topmost liberation. അപ്പൊ പലതരത്തിലുള്ള ലിബറേഷൻ ഉണ്ട് അല്ലെ. ഏതൊക്കെ തരത്തിലുള്ള ലിബറേഷൻ ആണല്ലേ? സായുജ്യ മുക്തി, സാരൂപ്യ മുക്തി, സാമീപ്യ മുക്തി, സാലോക്യ. ഓക്കെ, അങ്ങനെ അതായത് സാരൂപ്യ, സാമീപ്യ, സാലോക്യ, സാഷ്ട്യ, ഓക്കെ, അതെല്ലാം ലിബറേഷൻ ആണ്, അതെല്ലാം മുക്തികളാണ്. പക്ഷെ അതിനും ഉപരിയാണ് എന്താണ്, he who has love for Krishna has attained the topmost liberation. ആരാണോ ഭക്തിയുത സേവനത്തില് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേണിയിലുള്ള ആ ലിബറേഷൻ അല്ലെ. ചില ആൾക്കാർ സായുജ്യം, ബ്രഹ്മനില് ലയിച്ചു ചേരണം. ചില ആൾക്കാർ ഭഗവാന്റെ ലോകത്തിൽ തന്നെ ജീവിക്കണം. ചില ആൾക്കാർക്ക് ഭഗവാന്റെ സാമീപ്യം വേണം. ചില ആൾക്കാർക്ക് ഭഗവാന്റെ ഐശ്വര്യങ്ങൾ വേണം. അതൊക്കെ താഴ്ന്നക്കിടയിലാണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ലിബറേഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സേവനത്തില് സന്തോഷം കാണുന്നവരൊക്കെ. Who has love for Krishna has attained the topmost liberation. In Srimad Bhagavatam it is said, Muktanam api siddhanam narayana parayanam sudurlabha prasannatma kodeshu api mahamune. O great sage, of the many millions of liberated persons and of the millions who have attained perfection, he who is a devotee of Lord Narayana is very, very rare. Indeed, he is the most perfect and peaceful person. ഭാഗവതത്തിന്റെ ഈ ശ്ലോകം പറയുന്നത് ഓഫ് ദ മെനി മില്യൺസ് ഓഫ് ലിബറേറ്റഡ് പേഴ്സൺ, ഒരുപാട് ആൾക്കാർ ലിബറേറ്റഡ് മുക്താത്മാക്കളുണ്ട്. അങ്ങനെ മുക്താത്മാക്കളുള്ള ആ മുക്താത്മാക്കളിൽപ്പെട്ട ആൾക്കാരെ, പെർഫെക്ഷൻ വരിച്ചിട്ട ആൾക്കാരെ, ഏതൊരു വ്യക്തിയാണോ ഭഗവാൻ നാരായണന്റെ ഡിവോട്ടി ഭക്തനായിട്ടുള്ളത്, അങ്ങനത്തെ ആൾക്കാരെ വളരെ വളരെ വിരളമായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയെ യദാമപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വത എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനോട് പറഞ്ഞു. അപ്പൊ വളരെ വളരെ റെയറാണ്. ഒരു ഭഗവാന്റെ ഒരു ശുദ്ധ ഭക്തനായി തീരുക എന്നുള്ളത് വളരെ വളരെ വിരളമായിട്ടുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻഡീഡ് ഹി ഈസ് ദ മോസ്റ്റ് പെർഫെക്റ്റ്. Okay. Perfect, more perfect, most perfect. അല്ലേ? ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം. അതേപോലെ ഈസ് ദ മോസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ പെർഫെക്റ്റ് അല്ല, അതിലും മീതെ മോർ പെർഫെക്റ്റും അല്ല, അതിലും മീതെ മോസ്റ്റ് പെർഫെക്റ്റ് ആണ്. ആൻഡ് പീസ്ഫുൾ പേഴ്സൺ. ഗണാമധ്യേ കോണഗണ ജീവേര നിജധർമ്മ രാധാകൃഷ്ണേര പ്രേമ കേളി യേ ഗീതേര മർമ്മ. ജ്ഞാന മധ്യ കുംഗന ജീവേര നിജ ധർമ്മ രാധാകൃഷ്ണേര പ്രേമ കേളി യേ ഗീതേര മർമ്മ. ഹരേ കൃഷ്ണ. Sri Chaitanya Mahaprabhu next asked Ramananda Rai, among many songs, which song is to be considered the actual religion of the living entity? Chaitanya Mahaprabhu വീണ്ടും രാമാനന്ദ റായോട് ചോദിക്കുകയാണ്, ഒരുപാട് സോങ്സ്, പോയട്രീസ്, പ്രാർത്ഥന, ഏതാണ് the actual religion of the living entity? ഏതാണ്
ജീവാത്മാക്കളുടെ ശരിക്കുള്ള ധർമ്മം എന്താണ്? ശരിക്കുള്ള ധർമ്മം എന്നാണ് ഇത്. Ramananda Rai replied, the song describing the loving affairs of Sri Radha and Krishna is superior to all other songs. ഒരുപാട് ഡിവോഷണൽ സോങ്സ് ഉണ്ടല്ലേ, അപ്പൊ അതിലെല്ലാം ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഉത്തമ തലത്തിൽ നിൽക്കുന്നത് ഏതൊരു പ്രാർത്ഥനയാണോ, ഏതൊരു സ്തുതിയാണോ ഭഗവാൻ രാധാകൃഷ്ണനെ സ്തുതിക്കുന്നത്, അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്, സുപ്പീരിയർ ടു ഓൾ എന്ന് പറയും. ശ്രീമദ് ഭാഗവതം, അനുഗ്രഹായ ഭക്താനാം മാനുഷം ദേഹമാസ്ഥിതാം ഭജതേ താദൃശാകൃത യശ്രുത്വാ തത്പരോ ഭവേത്. Lord Krishna descends apparently as a human being and he exhibits his transcendental pastimes in Vrindavana so that the conditioned soul may be attracted to hearing his transcendental activities. അപ്പൊ എന്തിനാണ് ഭഗവാൻ ഇവിടെ മനുഷ്യരൂപത്തിൽ ഇവിടെ ഇറങ്ങി വരുന്നത്, അവതരിക്കുന്നത്? തൻ്റെ ലീലകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൃന്ദാവനത്തിലെ ലീലകൾ പ്രദർശിപ്പിച്ചിട്ട് നമ്മളെ ഈ ബദ്ധാത്മാക്കളെ ഭഗവാനിലേക്ക് ആകർഷിക്കുക. നമ്മളിപ്പോ ഈ പറയുന്നില്ലേ, മദർ ബോട്ട് ഒന്നും വിട്ടിട്ട് അതിന്ന് ഡ്രിഫ്റ്റഡ് അവേ ഫ്രം ദ മദർ ബോട്ടാണ്. നമ്മൾ ഈ മഹാസാഗരത്തില് പെട്ടിരിക്കുകയാണ്. നമ്മുടെ മദർ ബോട്ടിനെ നമുക്കറിയില്ല, എന്തിനാണ്, എവിടെയാണ്, എന്താ ലക്ഷ്യമൊന്നും അറിയില്ല. അപ്പൊ അതേപോലെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഈ ഭൗതിക ലോകത്തില് നമ്മളുടെ ഇന്ദ്രിയ ഭോഗങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പോ അതിനിടയ്ക്ക് നമ്മളുടെ ദൗത്യം, നമ്മളുടെ ധർമ്മം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയം ഇവിടെ അവതരിക്കുന്നു. എന്നിട്ട് ഭഗവാന്റെ ലീലകൾ കൂടെ നമ്മളെ ഭഗവാനിലേക്ക് ആകർഷിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സോ ഹിസ് ട്രാൻസൽ പാസ്റ്റൈംസ് ഇൻ വൃന്ദാവന so that the conditioned soul may be attracted to hearing his transcendental activities. അങ്ങനെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഭൗതിക ജീവിതം ഇവിടെ അവസാനിപ്പിച്ച് ആധ്യാത്മിക ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നോൺ ഡിവോട്ടീസ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സോങ്സ് സെലിബ്രേറ്റിംഗ് ദ ലവിംഗ് അഫയേഴ്സ് ഓഫ് രാധ ആൻഡ് കൃഷ്ണ. അപ്പോൾ വളരെ ഒരു ചെറിയൊരു വാർണിംഗ് പർപ്പോട്ടിൽ പ്രഭുപാദിതരാണ്. Non-devotees are strictly prohibited from participating in songs celebrating the loving affairs of Radha and Krishna. എന്താണ് കാരണം? അഭക്തന്മാര് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്, നിഷേധിച്ചിരിക്കുന്നു. എന്താണ്? അതായത് ഇതിന്റെ രാധാകൃഷ്ണ ലവിംഗ് അഫയേഴ്സിന്റെ കാര്യങ്ങൾ അറിയാനുള്ള, അതിന് ഭാഗമാക്കാനുള്ള കാര്യങ്ങൾ അത് നിഷേധിച്ചിരിക്കുന്നു. എന്താണ് കാരണം? അവർക്ക് അത് ഉൾക്കൊണ്ട് പാടാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ഭാവത്തോടു കൂടി, ആ ഒരു ഭക്തിയോടുകൂടി. ഓക്കെ, അതാണോ എക്സാക്ട്ലി? എന്താ പ്രഭു ചോദിച്ചത്? ഇടയ്ക്കിടയ്ക്ക് മൊബൈലൊക്കെ പ്രഭു. അച്ഛാ, ഇവിടെ പറയുന്നുണ്ട് നോൺ ഡിവോട്ടീസ്, അഭക്തന്മാര് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്, അവരെ നിഷേധിച്ചിരിക്കുന്നു ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സോങ്സ് സെലിബ്രേറ്റിംഗ് ദ ലവിംഗ് അഫയേഴ്സ് ഓഫ് രാധാ കൃഷ്ണ. രാധാകൃഷ്ണ പാസ്റ്റ് ടൈംസ് ലീലകളിൽ പങ്കെടുക്കാൻ അവരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിഷേധിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അവർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, അവർ ഭാഗമാക്കാവാൻ പാടില്ല എന്നാണ് ചോദ്യം. അവര് തെറ്റായിട്ട് അത് വ്യാഖ്യാനിക്കും എടുക്കുന്ന വെച്ചിട്ടാണോ പ്രഭു? അവര് ശരിയായിട്ടുള്ള കൃഷ്ണപ്രേമം എടുക്കില്ല, മെറ്റീരിയലി അതിനെ വ്യാഖ്യാനിക്കുന്നുള്ളത് കൊണ്ട്. തീർച്ചയായിട്ടും അവര് വളരെ ചീപ്പായിട്ട് എടുക്കും. അവരിതെല്ലാം വളരെ ഒരു ഭൗതിക തലത്തിൽ മെറ്റീരിയൽ റെൽമിനെടുക്കും. ഇതെല്ലാവരും ഭൗതികമായിട്ടുള്ള ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിലുള്ള ഒരു ലവിങ് റിലേഷൻഷിപ്പില്ലേ, ടെമ്പറേറ്റ് ഇന്ദ്രിയഭോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതേപോലെ വളരെ ചീപ്പായിട്ട് വളരെ ലൈറ്റായിട്ട് എടുക്കും. അതിന്റെ ദിവ്യമായിട്ടുള്ള ആ തലത്തിനെ മനസ്സിലാക്കാതെ അതിനെ അവർ ക്രിട്ടിസൈസ് ചെയ്യും, ബ്ലാസ്ഫേം ചെയ്യും. അത് അവർക്ക് തന്നെ നാശമാണ്, അവരുടെ സ്പിരിച്വൽ ഗ്രോത്തിന് നാശമാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഭഗവാന്റെ ഗ്രേറ്റ്നെസ്, ഭഗവാന്റെ
മഹത്വം അറിയാത്തവരെ, ഭഗവാനിൽ വിശ്വാസമില്ലാത്തവരെ ഇത് കേൾപ്പിച്ചിട്ട് കാര്യമില്ല. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള തലത്തിൽ ലീലകളെല്ലാം ഇങ്ങനെ അഭക്തന്മാർക്ക് പറഞ്ഞു കൊടുത്താൽ അവരിതിൽ ഇതൊക്കെ വായിച്ച് അവർക്ക് വിശ്വാസമില്ലാണ്ടിരുന്നാൽ അത് വലിയൊരു പാപമാണ്, വലിയ ബ്ലാസ്ഫമിയാണ്. അവര് വളരെ ലൈറ്റായിട്ട് എടുക്കും. ചില ആൾക്കാർ പറയും ഉണ്ടോ, ചില പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കാണുമ്പോൾ അവരവിടെ ലീലകൾ കളിക്കുകയാണ്. എത്ര അബദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഭഗവാന്റെ ലീല എന്താണ്? സ്ത്രീ പുരുഷന്മാരുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും തമ്മിലുള്ള ആ ബന്ധത്തിനെ ഭഗവാന്റെ ലീലയോട് കമ്പയർ ചെയ്യുക, അതൊക്കെ എത്ര അബദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്രേ സിമ്പിളായിട്ട് വളരെ ലൈറ്റായിട്ട് ചീപ്പായിട്ട് ആണ് അവർ രാധാകൃഷ്ണ ലീലകളെ കാണുന്നത്. ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്. അതാണ് പറയുന്നത്, ദേ ഷുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് അൺലെസ് വൺ ഈസ് എ ഡിവോട്ടി. ഒരു ഭക്തൻ അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു ഹിയർ ദ സോങ്സ് അബൌട്ട് ദ പാസ്റ്റ് ടൈംസ് ഓഫ് രാധ ആൻഡ് കൃഷ്ണ ദാറ്റ് വർ റിട്ടൺ ബൈ ജയദേവ് ഗോസ്വാമി, ചണ്ഡിദാസ ആൻഡ് അതർ എക്സോൾട്ടഡ് ഡിവോട്ടീസ്. ഒരു ശുദ്ധ ഭക്തനല്ലെങ്കിൽ, ഭഗവാനിൽ വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും ഭഗവാന്റെ ഈ എസ്പെഷ്യലി ഉന്നത ശ്രേണിയിലുള്ള ആ പാസ്റ്റ് ടൈംസിന്റെ ലീലകളുടെ ആ സ്തുതികളെ, എസ്പെഷ്യലി ആരൊക്കെ, ജയദേവ് ഗോസ്വാമി, ചാണ്ടിദാസ, അങ്ങനെ മറ്റുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള വൈഷ്ണവന്മാർ രചിച്ചിട്ടില്ല, അതൊന്നും കേൾക്കാൻ പാടില്ല എന്നാണ്. ചാണ്ടിദാസയുടെ കൃതികളൊക്കെ ചൈതന്യ മഹാപ്രഭു വളരെ ഇഷ്ടമാണ്. ജയദേവ് ഗോസ്വാമി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മഹാ സെയിൻറ്റ്ലി പേഴ്സണാലിറ്റി, സന്താണ് ജയദേവ് ഗോസ്വാമി. ലോർഡ് ശിവ drank an ocean of poison, but one should not imitate this. ശിവഭഗവാൻ കാലക്കൂട്ട വിഷം അല്ലെ, സമുദ്രമന്ഥത്തിൽ, അത് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. One should not imitate this. One must first become a pure devotee of Lord Krishna. Only then can one enjoy hearing the songs of Jayadeva and relish transcendental bliss. Even അതായത് ഭഗവാന്റെ മഹത്വം, ഭഗവാന്റെ ഈ ദിവ്യമായിട്ടുള്ള ലീലകള് അതിൻ്റെതായിട്ടുള്ള തലത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത പ്രാക്ടീസിങ് ഡിവോട്ടീസിനും കൂടി ഇങ്ങനത്തെ കഥകൾ കേൾക്കാനോ ഡിസ്കസ് ചെയ്യാനുള്ള അർഹതയില്ല. എത്രയോ വലിയ വലിയ ആചാര്യന്മാർ രാധാകൃഷ്ണ പാസ്റ്റ് ടൈംസിനെ പറ്റിയിട്ട് മിണ്ടുന്നില്ല, അവർ എലാബറേറ്റ് പറയില്ല. പിന്നെ ആസ് എ ഡ്യൂട്ടി, ഇതെന്താണ് അതിൻ്റെ ആ ഒരു സവിശേഷത, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വായിക്കുന്നു. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഒരാൾക്ക് ഡിസ്കസ് ചെയ്യാനും പോകില്ല, പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ഇത് നമ്മളുടെ തലത്തിലുള്ള ആ ഒരു ജ്ഞാനമല്ല, അത് എത്രയോ മുകളിൽ ശുദ്ധ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെ ആണ് പറയുന്നത്. So only then one must first become a pure devotee of the Lord Krishna. Only then can one enjoy hearing the songs of Jayadeva and relish transcendental bliss. അപ്പൊ ആ തലത്തിൽ എത്തിയ ഒരു വ്യക്തിക്ക് മാത്രം, ഒരു ഭക്തന് മാത്രമേ വൈഷ്ണവന്മാരുടെ, ജയദേവൻ തുടങ്ങിയിട്ടുള്ള വൈഷ്ണവന്മാരുടെ അത് റിലീഷ് ചെയ്യാൻ പറ്റൂ, ആസ്വദിക്കാൻ പറ്റുള്ളൂ. If one simply imitates the activities of Lord Shiva and drinks poison, one will certainly meet with death. അപ്പൊ ഭഗവാൻ ശിവൻ ചെയ്തതുപോലെ സാധാരണ വ്യക്തികളെ ഈ കാലകൂട്ട വിഷം അത് നമ്മള് സേവിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും എന്താണ്, നമുക്ക് ഹരിബോൾ പറയേണ്ടി വരും അല്ലെ. ഗോർ പ്രേമാനന്ദേ. The talks between Lord Sri Chaitanya Mahaprabhu and Ramananda Rai are meant for advanced devotees only. പിന്നെ എന്തിനാണ് ഇത് എത്ര പബ്ലിക്കായിട്ട് ചെയ്തിരിക്കുന്ന വെച്ചാൽ, കൊടുത്തില്ലെങ്കിൽ ഭക്തന്മാർക്കും കിട്ടില്ല അത്. അപ്പൊ അതുകൊണ്ട് ഓഫ്കോഴ്സ് ആ ഭക്തന്മാരൊന്നും വായിക്കൂല, അതിനുള്ള സുഹൃതി ഉണ്ടാവില്ല അവർക്ക്, വായിച്ചാലോട്ടൊന്നും മനസ്സിലാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർ തെറ്റിദ്ധരിക്കും, അവരെന്തെങ്കിലും ഭഗവാനെ നിന്ദിക്കും, ഭഗവാനെ ചീപ്പായെടുക്കും. അതുകൊണ്ട് അവർക്ക് ഗുണമല്ല ഉണ്ടാവുക അല്ലേ. The talks between Lord Sri Chaitanya Mahaprabhu and Ramananda Rai are meant for advanced devotees only. Those who are on the mundane platform and who study these talks in order to put forward some thesis for a PhD
will not be able to understand them. Instead, this conversation will have a poisonous effect. ഞാൻ പറഞ്ഞ പോലെ these conversations will have a poisonous effect. വിഷം തീണ്ടിയ പോലെ ഇരിക്കും. PhD ഭൗതിക തലത്തിൽ PhD തീസിസിന് വേണ്ടിയിട്ടൊക്കെ ഇത് പഠിക്കുന്ന ആൾക്കാരെ അവരുടെ ദുർവ്യാഖ്യാനം തീസിസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർക്ക് എന്താണ് പോയ്സണസ് എഫക്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് അവർക്ക് ഗുണമൊന്നും വരില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു ശുദ്ധ ഭക്തന് മാത്രമാണ് ഇങ്ങനത്തെ ഭഗവാന്റെ ഉന്നത ശ്രേണിയിലുള്ള ലീലകള് വായിക്കാനും മനസ്സിലാക്കാനും അത് ചർച്ച ചെയ്യാനും അത് ആ തലത്തിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ. ശുദ്ധ ഭക്തന്മാർ കൂടുമ്പോ ഫോർ എക്സാമ്പിൾ ചൈതന്യ മഹാപ്രഭു ശ്രീവാസ അങ്കണത്തില് പകൽ സമയം എല്ലാം അദ്ദേഹം എന്താണ് എല്ലാവർക്കും ജനറൽ ആയിട്ട് എന്ത് പറഞ്ഞു കൊടുക്കും? ഹരേ കൃഷ്ണ മഹാമന്ത്രം നാമസങ്കീർത്തനം ചെയ്യും അല്ലെ. എല്ലാ സ്ഥലത്തും പോയിട്ട് എല്ലാവരോടും പറയും ചാൻറ്റ് കൃഷ്ണ, ബോലോ കൃഷ്ണ, ഭജോ കൃഷ്ണ പറഞ്ഞിട്ട് അല്ലെ. അപ്പോ ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും പറയുന്നത്. രാത്രി സമയങ്ങളിൽ ഇവരെ എന്ത് ചെയ്യും? ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈത, ഗദാധര പണ്ഡിത, ശ്രീവാസ അവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ എല്ലാ അസോസിയേറ്റും കൊണ്ട് വളരെ ടോപ്പ് ലെവലിലുള്ള വളരെ ഗുഹ്യതമമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിലെ അല്ലെങ്കിൽ മറ്റുള്ള ഭഗവാന്റെ ലീലകളെ പറ്റിയിട്ട് സംസാരിക്കും. ഇവിടെ ജഗന്നാഥ്പുരിയില് ഗംഭീര എന്നുള്ള സ്ഥലത്ത് ദിവസേന 3 മണിക്കൂറാണ് ചൈതന്യ മഹാപ്രഭുവിന് ഗദാധര പണ്ഡിറ്റ് ശ്രീമദ് ഭാഗവതം ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്നു, ക്ലാസ് എടുക്കുന്നു. 3 മണിക്കൂർ ഗദാധര പണ്ഡിറ്റ് ശ്രീമദ് ഭാഗവതത്തെ പറ്റി ചർച്ച ചെയ്യും. ചൈതന്യ മഹാപ്രഭു അത് റിലീഷ് ആസ്വദിക്കും. അപ്പൊ അത്രയും ടോപ്പ് ലെവലിൽ അതിന്റെ ഗുഹ്യതമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭക്തന്മാർക്ക്, മറ്റതൊക്കെ എന്തോ ഒരു ഭൗതിക തലത്തിൽ ഒരു കുറച്ചൊരു നോളജിന് വേണ്ടിയിട്ട് അഭക്തന്മാർക്ക് പറഞ്ഞില്ലേ പ്രഭുപാദ in order to put forward some thesis for a PhD, അതിനുവേണ്ടി ചില ആൾക്കാർ വായിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ഭക്തന്മാരായിട്ടല്ല, അവർക്ക് എങ്ങനെയും ഡോക്ടറേറ്റ് ഡിഗ്രി കിട്ടണം, നമ്മുടെ ഭക്തി ഉണ്ടായിട്ടല്ല. അതല്ല ഇവിടെ പറയുന്നത്. നല്ല ഭക്തന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത്, അവരുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട്. അവർക്ക് മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, മറ്റെല്ലാവരും ഇത് ചീപ്പായിട്ട് എടുക്കും. അതുകൊണ്ടാണ് ജനറലി അതായത് ജനറൽ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ലീലകള്, ഗുഹ്യതമമായിട്ടുള്ള ലീലകളൊന്നും ആരും ചർച്ച ചെയ്യാറില്ല. ഭഗവാന്റെ ലീലകളൊക്കെ എന്താണ് അതിന്റെ പ്രാധാന്യം? എന്താ? ഐശ്വര്യം, ഭഗവാന്റെ ഐശ്വര്യം. അപ്പോഴും ഭഗവാന്റെ ആ ഗ്രേറ്റ്നെസ്, ഓപ്പുലൻസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പൊതുജനങ്ങൾക്ക് ബാല്യലീലകള്, ഭഗവാന്റെ ആ ഓപ്പുലൻസസ്, ഐശ്വര്യം മനസ്സിലാക്കി തരാൻ, ഗ്രേറ്റ്നെസ് മനസ്സിലാക്കി തരാൻ വേണ്ടി ആ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു. 251 ശ്രേയോ മധ്യേ കോണശ്രേയ ജീവേരാഹയ സാര കൃഷ്ണ ഭക്ത സംഘ വിന ശ്രേയ നാഹി ആരാ. ശ്രേയോ മധ്യേ സാര കൃഷ്ണ ഭക്ത Then Sri Chaitanya Mahaprabhu asked, out of all auspicious and beneficial activities, which is the best for the divinity? എല്ലാം മംഗളമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ആക്ടിവിറ്റീസിലെ ഏറ്റവും ആ ഉന്നത ശ്രേണിയിലുള്ള ആ ആക്ടിവിറ്റി എന്താണ് ഒരു ജീവാത്മാവിന്റെ എന്നാണ് ചോദിക്കുന്നത്. Ramananda Rai replied, the only auspicious activity is association with the devotees of Krishna. ഭക്ത സംഘം, സത്സംഗം, അതാണ് ഏറ്റവും ഓസ്പീഷ്യസ് മംഗളകരമായിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി. അക്കോർഡിംഗ് ടു ശ്രീമദ് ഭാഗവതം 11.2.30, അത് അത്യാന്തികം ക്ഷേമം പ്രചമോ ഭവതോൻഘന സംസാരേസ്മിൻ ക്ഷണാർദ്ധോപി സത്സംഗാസേവധീർനൃണം. We are asking you to tell us what is the most perfect welfare activity. I think that in this material world, association with devotees, even if it be for a moment, is the greatest treasure house for mankind. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ആക്ടിവിറ്റി, ഒരു വെൽഫെയർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സത്സംഗം. സാധുസംഗ സർവശാസ്ത്ര കഹേ, ലവമാത്ര സാധുസംഗ സർവസിദ്ധി ഹോയ്.
even if it be for a moment. ഒരു നിമിഷം 11 മാത്രം എന്ന് പറഞ്ഞാൽ 1/11 of a second ആണ്. അത്ര ഒരു സത്സംഗം കിട്ടിയാലും കൂടി വളരെ ഗ്രേറ്റ് ആണ്. That's the greatest treasure house for mankind. അതാണ് ഇവിടെ പറയുന്നത്. 252. കാൻഹാര സ്മരണ ജീവ കരിബേ അനുക്ഷണ കൃഷ്ണ നാമ ഗുണ ലീല പ്രധാന സ്മരണ. Sri Chaitanya Mahaprabhu asked, what should all living entities constantly remember? എന്താണ് എപ്പോഴും സ്മരിക്കപ്പെടേണ്ടത്? ആരെയാണ് എപ്പോഴും സ്മരിക്കേണ്ടത് എന്ന് ചൈതന്യ മഹാപ്രഭു വീണ്ടും ചോദിക്കുന്നു. Ramananda Rai replied, the chief objects of remembrance are always the Lord's holy name, qualities, and pastimes. Nama, Rupa, Guna, Leela. ഇതാണ് എപ്പോഴും നമ്മൾ സ്മരിക്കേണ്ടത്. നാമ രൂപ ഗുണലീല. സ്മർത്തവ്യം സദം വിഷ്ണുർ വിസ്മർത്തവ്യം ന ജാതുജിത് സർവേ വിധി നിഷേധാസ്യുർ ഏതയോർ ഏവ കിങ്കര. പത്മപുരാണം പറയുന്നു, ആൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. എല്ലാ വേദങ്ങളിലെ എല്ലാ നിയമങ്ങളും എല്ലാ ആദർശങ്ങളും ഈ രണ്ട് പ്രിൻസിപ്പിൾസിന്റെ കിങ്കരന്മാരാണ്, സെർവൻസ് ആണ്. ഇത് രണ്ടും മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നും പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ബാക്കി എല്ലാ നിയമങ്ങളും, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും വേദങ്ങളുണ്ട്. ഇതാണ് ടോപ്പ്. ഇതിന്റെ സബോർഡിനേറ്റ്സ് ആണ് ബാക്കി എല്ലാ ആദർശങ്ങളും എന്നാണ്. ശ്രീമദ് ഭാഗവതം 2.2.36 states, തസ്മാത് സർവാത്മനാ രാജൻ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം. തസ്മാത്, അതുകൊണ്ട്, therefore, സർവാത്മനാ രാജൻ, with all your mind, ഹരി സർവത്ര സർവദ. ഹരി ഭഗവാൻ കൃഷ്ണനെ സർവത്ര എല്ലായ്പ്പോഴും സർവദ എപ്പോഴും നമ്മള് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, സ്തുതിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെ? ശ്രോതവ്യ കീർത്തിതവ്യശ്ച, സ്മരണം, കീർത്തനം, ശ്രവണം ഇതെല്ലാം ചെയ്തുകൊണ്ട് ഭഗവാനെ സേവിക്കണം. ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം. Sukadeva Goswami concludes, the business of a living entity is always remember the Supreme Personality of Godhead in every circumstance. എല്ലാ പരിതസ്ഥിതിയിലും ഭഗവാനെ സ്മരിക്കണം. The Lord should be heard about, glorified and remembered by all human beings. The Lord should be heard, glorified and remembered by all human beings. അതാണ് നമ്മളുടെ കടമ, നമ്മുടെ കർത്തവ്യം. എപ്പോഴും, സദാ, സർവദ, അല്ലെ, സർവത്ര, എല്ലാവരാലും. ഇതാണ് സുഖദേവ് ഗോസ്വാമി പറയുന്നത്. ഒരു ജീവാത്മാവിന്റെ കർത്തവ്യം എന്നുള്ള എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ കീർത്തിക്കുക, ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുക, ഭഗവാനെ ഗ്ലോറിഫൈ. ഇതാണ് അവന്റെ കടമ എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 253. ധ്യേയ മധ്യ ജീവേര കർത്തവ്യ കോൺ ധ്യാന രാധാകൃഷ്ണ പാദാം പൂജ ധ്യാന പ്രധാന. मध्ये जीवेर कर्तव्य कौन ध्यान राधा कृष्ण पद्म पूजा ध्यान प्रधान. Sri Chaitanya Mahaprabhu further inquired, out of many types of meditation, which is required for all the living entities? പല തരത്തിലുള്ള ധ്യാനങ്ങളുണ്ട്. അതില് ജീവാത്മാക്കൾക്ക് ഏറ്റവും നല്ലത് ഏതാണ് ചോദിക്കുന്നത്. Sri Ramananda Rai replied, the chief duty of every living entity is to meditate upon the lotus feet of Radha and Krishna. Okay. എന്താണ്? രാധാകൃഷ്ണന്റെ പാദാരവിന്ദത്തിൽ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുക. That is the chief duty of every living entity. Srimad Bhagavatam 1.2.14 states, Tasmad ekena manasa Bhagavan sattva dampadi Shrotavya kirtidavyaśya dhyaya pujasta nityada. Sudha Goswami replied to the sages headed by Shaunaka, everyone
should very attentively listen to the pastimes of the Supreme Personality. Shrotavya. One should glorify his activities. Kirtanam. Dhyaya, meditate upon him regularly. ഇതാണ് മെയിനായിട്ട്. ഓക്കെ. ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജശ്ച നിത്യത. എപ്പോഴും ഇതിപ്പോ എങ്ങനെ നമുക്ക് എപ്പോഴും 24 മണിക്കൂറും ചെയ്യാൻ പറ്റും ചോദിക്കാം. 24 മണിക്കൂർ ചെയ്യാൻ പറ്റില്ലെങ്കിലും മനസ്സുകൊണ്ട് നമുക്ക് എപ്പോഴും സ്മരിക്കാമല്ലോ. എപ്പോഴും നമുക്ക് ഭഗവാനെ പൂജിക്കാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല, സ്മരണം എപ്പോഴും നടക്കാമല്ലോ. നമ്മൾ ഏതൊരു ജോലി ചെയ്യുന്ന സമയത്തും ഭഗവാനെ സ്മരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് നമുക്ക് ചെയ്യാം. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് മൾട്ടി ടാസ്കിങ് ആണ്. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ പല കാര്യങ്ങളും പല ജോലിയും ചെയ്യുന്നു. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ മനസ്സിനെ ഭഗവാനെ സ്മരിക്കുക, അത്രേ ഉള്ളൂ. ഭഗവാൻ അർജുനനും പറയുന്നത് എന്താണ് പറയുന്നത്? മാം അനുസ്മരൻ യുദ്ധച്ച, എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ യുദ്ധം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, പക്ഷെ അത് ചെയ്യുമ്പോൾ എന്നെ സ്മരിക്കാനാണ് പറയുന്നത്. അപ്പൊ അവിടെ മൾട്ടി ടാസ്കിങ് ആയില്ലേ. അപ്പൊ അറ്റ്ലീസ്റ്റ് സ്മരണം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതാണ് തസ്മാത് ഏകേന മനസ്സ, സിംഗിൾ പോയിന്റ് അറ്റൻഷൻ. അതായത് നമ്മുടെ അവിടെ ഡൈവേർഷൻ പാടില്ല, ഡൈലൂഷൻ പാടില്ല. ഭഗവാൻ സാത്വതമ്പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ദേയസ് പൂജശ്ച നിത്യത. Sudha Goswami replied to the sages uttered by Shaunaka, everyone should very attentively listen to the pastimes of the Supreme Personality of Godhead. One should glorify his activities and meditate upon him regularly. Text 254. सर्वत्याजी जीवेरा कर्तव्य काहान वासा व्रजभूमि वृंदावना याहान लीला रासा. सर्वत्याजी जीवेरा वासा व्रजभूमि लीला रासा. Sri Chaitanya Mahaprabhu asked, where should the living entity live? Abandoning all other places. എവിടെ താമസിക്കണം? എവിടെയാണ് ഒരു ഭക്തൻ താമസിക്കേണ്ടത്, വസിക്കേണ്ടത്? നമ്മളൊക്കെ എവിടെയാണ്? പട്ടണങ്ങളിൽ അല്ലെ. ഗ്രാമമൊക്കെ വിട്ടു പട്ടണത്തിലേക്ക് വന്നു. കാരണം നമ്മൾ മോർ കംഫർട്ട്, കൂടുതൽ കംഫർട്ട് അന്വേഷിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ വിട്ട് പട്ടണങ്ങളിലും നഗരങ്ങളിലൊക്കെ പോയിട്ട് കുടിയേറി പാർക്കാൻ തുടങ്ങി. എന്താണ് രാമൻദറായി പറയുന്നത്? രാമൻദറായി replied, he should live in a holy place known as Vrindavana or Vrajabhumi, where the Lord performed his lawful dance. രൂപ ഗോസ്വാമി പറഞ്ഞ 5 പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിൽ ധാംവാസ്, ധാമത്തില് ജീവിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ധാമത്തിൽ വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ വസിക്കുന്നു അവിടെ ധാമാക്കണം. അതും ധാംവാസാണ്. എങ്ങനെ നമ്മളുടെ സ്ഥലം, വീട്, പരിസരമൊക്കെ ധാമാക്കാം? ഭഗവാന്റെ ആക്ടിവിറ്റീസ് എപ്പോഴും ചർച്ച ചെയ്യുക, ഭഗവാനെ പറ്റി കീർത്തിക്കുക, ഭഗവാനെ പറ്റി കേൾക്കുക, ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുക, ഭഗവാനെ സ്മരിക്കുക. അപ്പോൾ ആ സ്ഥലം എന്തായി? ധാമായി. So according to Srimad Bhagavatam 10.47.61, Asam aho charanare dujushamaham syam vrindavane kimapi gulma ladaushadhinam yadushtyagyam swajanam aryapatham patham chahitva vejor mukunda padavim sudibhir vimirgryam. Uddhava said, let me become one of Vrindavana's herbs and plants that are trampled by the gopis who gave up all connections with family and friends and decided to worship the lotus feet of Mukunda. Those lotus feet are sought by all great saintly persons, expert in the study of Vedic literature. For even ഭഗവാന്റെ കസിനും വളരെ നല്ലൊരു ഭക്തനുമായിട്ടുള്ള ഉദ്ധവൻ ആഗ്രഹിക്കുന്ന ലെറ്റ് മീ ബിക്കം വൺ ഓഫ് വൃന്ദാവനസ് ഹെർബ്സ്. വൃന്ദാവനത്തിലൊരു പുൽക്കൊടി ആയിട്ട് ഞാൻ ജനിക്കട്ടെ എന്നാണ് പറയുന്നത്. ഗുൽമലത, ഹെർബ്സ് ആൻഡ് പ്ലാന്റ്സ് ട്രാമ്പിൾ. എന്താണ്? അങ്ങനെയാണെങ്കിൽ എന്നെ ആ ഗുൽമലത, ആ ഹെർബ്സിനെ, ആ പ്ലാന്റ്സിനെ ഗോപികമാരുടെ ട്രാമ്പിൾ ബൈ ഗോപീസ്, അവരുടെ പാദസ്പർശം, അവരുടെ പാദരേണു എന്നിൽ പതിയും.
who gave up all connections with family and friends. ആര്? ഗോപികമാര്. അപ്പൊ അങ്ങനെ നിസ്വാർത്ഥ സേവനം, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, തന്റെ പ്രാണൻ മുഴുവൻ പണയം വെച്ചിട്ടുള്ള, തന്റെ പ്രാണനാഥനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന് പണയം വെച്ചിട്ടുള്ള നിസ്വാർത്ഥ ജീവിതം നയിക്കുന്ന ഗോപികമാരുടെ പാദരേണു ആ പ്ലാന്റ്, അതായത് ഗുൽമലതയില് പതിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഭാഗ്യം എനിക്ക് വേണേ. അപ്പൊ അങ്ങനെ ഞാൻ വൃന്ദാവനത്തില് ഒരു പുൽച്ചെടിയായിട്ട് ജനിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഈവൻ ഉദ്ധവ, ടോപ്പ് മോസ്റ്റ് ഡിവോട്ടി, ജ്ഞാനി, ഭഗവാന്റെ കസിൻ. So those lotus feet are sought by all great saintly persons. ആരുടെ? ഭഗവാന്റെ. എക്സ്പേർട്ട് ഇൻ ദ സ്റ്റഡി ഓഫ് വേദിക് ലിറ്ററേച്ചർ. അപ്പൊ ഇത്രയും വേദങ്ങളെല്ലാം പഠിച്ച് പണ്ഡിതന്മാരായിട്ടുള്ള ആ ഋഷിവര്യന്മാരെ ആഗ്രഹിക്കുന്ന ഭഗവാന്റെ ആ പാതാരവിന്ദത്തെയാണ്. അതാണ് ഉദ്ധവൻ കൂടി പറയുന്നത്. അത്രയും മഹത്വമാണ് ആ ധാം. ധാം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ധാമിലെ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ധാമിലെ പുൽച്ചെടി, മണ്ണ്, മരങ്ങള്, പശുക്കള്, മലകള് എല്ലാം പൂജനീയമാണ്. അതാണ്. മറ്റേതൊരു ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലെ അർച്ചവിഗ്രഹത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലെ, ആ ക്ഷേത്രത്തിൽ പോയിട്ട്. പക്ഷെ ധാമം അങ്ങനെയല്ല. ധാമിലെ എല്ലാം പൂജനീയമാണ്. നദികള്, വൃക്ഷങ്ങള്, ചെടികള്, ഡസ്റ്റ് നമ്മുടെ വൃന്ദാവനത്തിൽ ഡസ്റ്റ് കൊണ്ടിരുന്നു. പാദരേണു, ഭഗവാന്റെ ലീലകള്, ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും അവിടെ ഒരുപാട് ലീലകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പാദരേണുവാണ്. പിന്നെ ഇതെല്ലാം പൂജനീയമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ധാമിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമില്ല. So 255 ശ്രവണ മധ്യേ ജീവേരകോൺ ശ്രേഷ്ഠ ശ്രവണ രാധാകൃഷ്ണ പ്രേമ കേളി കർണ രസായന. ശ്രവണ മധ്യ ജീവീര കോണി ശ്രേഷ്ഠ ശ്രവണ രാധാകൃഷ്ണ പ്രേമ കേളി കർണ രസായന. ഹരേ കൃഷ്ണ. Sri Chaitanya Mahaprabhu asked, out of all topics people listen to, which is best for all living entities? ഒരുപാട് കാര്യങ്ങള് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ടി വിയിൽ ഒരുപാട് പ്രോഗ്രാം കേൾക്കുന്നുണ്ട്, റേഡിയോയിൽ കേൾക്കുന്നുണ്ട്, ആൾക്കാരായിട്ട് നമ്മൾ സംവാദം ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ടോപ്പിക്സ്? പൊളിറ്റിക്സ്, ഫിലിംസ്, സ്പോർട്സ്, ഗ്രാമ്യകഥ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ഏതാണ് ടോപ്പ് മോസ്റ്റ്, ഏതാണ് ഏറ്റവും നല്ലത് ഒരു ജീവാത്മാക്ക് ചോദിക്കും. രാമൻ റായ് റിപ്ലൈഡ്, hearing about the loving affairs between Radha and Krishna is most pleasing to the ഭഗവാന്റെയും രാധാറാണിയുടെയും തമ്മിലുള്ള ആ ലീലകൾ കേൾക്കുന്നതാണ്. പക്ഷെ ഇത് ആരൊക്കെ? ഭക്തന്മാരുടെ കാര്യം പറയുന്നത്. ജീവാത്മാക്കള്, അവർക്ക് വിശ്വാസം വേണം, ഭക്തനായിരിക്കണം, ഭഗവാന്റെ ആ മഹത്വത്തെ പറ്റി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അത് എന്തായി പോയിസണസ് എഫക്ട്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ആ ഒരു തലത്തിൽ ഉയർന്നിട്ടുണ്ട്, ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വ്യക്തി, ഒരു ഭക്തനാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കേൾക്കേണ്ട ടോപ്പിക്കാണ് രാധാകൃഷ്ണാസ് ലവിംഗ് അഫയേഴ്സ്. അക്കോർഡിംഗ് ടു ശ്രീമദ് ഭാഗവതം 10.33.39, വിക്രീഡം വധൂബേർ ഇദം ച വിഷ്ണു ശ്രദ്ധാൻ വിദോ അനുശൃണുയാദ് അഥ വർണ്ണയേദ് യഹ ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം ഹൃദ്രോഗം ആസ്വ apahinoti achirena dhira. He who faithfully hears about the dealings between Lord Krishna and the gopis in the rasa dance, and he who describes these activities attain the perfectional stage of devoted service and simultaneously lose material lusty desires. ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ ഈ ആക്ടിവിറ്റീസ്, ഭഗവാനും ഗോപികമാരും തമ്മിലുള്ള ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട്, രാസ ഡാൻസിന് തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് കേൾക്കുന്നത്, ആരാണോ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്, അവര് ആ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക്, ഡിവോഷണൽ സർവീസും ഭക്തിയുത സേവനത്തിന്റെ ആ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്തും. അവർക്ക് ഭൗതിക തലത്തിലുള്ള യാതൊരു ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കില്ല. അതായത് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അവനവന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം അവർ ചെയ്യില്ല എന്നാണ് പറയുന്നത്.
എല്ലാം ഭക്തന്മാരുടെ കാര്യം പറയുന്നത്. അതായത് വളരെ ടോപ്പ് മോസ്റ്റ് ലെവലില് സാധാരണ ആൾക്കാരല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ആൾക്കാർക്ക് എന്താണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ ഉത്തമ ഭക്തിയിൽ എത്താത്ത ആൾക്കാർക്ക് അവരുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് അവര് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇല്ല. So a liberated person who hears about the loving affairs of Radha and Krishna is not inclined to have lusty desires. One mundane rogue once said that when the Vaishnavas chant the name Radha Radha, he simply remembers a barber's wife named Radha. Prabhupada പറയുന്നത് വൺ മണ്ടൈൻ റോഗ്, ഒരു ഭൗതിക തലത്തിലുള്ള ഒരു ഭൗതികവാദി ഒരു പ്രാവശ്യം ചെയ്തു. വെൻ വൈഷ്ണവസ് ചാൻഡ് ദ നെയിം, വൈഷ്ണവന്മാരെ എപ്പോഴും രാധ രാധ കൃഷ്ണ കൃഷ്ണ എന്നുള്ള പേരുകളൊക്കെ അവര് ഉച്ചരിച്ചു കൊണ്ടുപോകും. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധ എന്നാണ്. ആ തന്റെ ഭാര്യ ഓർമ്മ വരുന്നു. സിംപ്ലി he remembers a barber's wife named Radha. This is a practical example. നമ്മളെ ഡിവോട്ടീസ് പറഞ്ഞാൽ ഓരോന്നിലും നമ്മൾ ഭഗവാനെ കാണണം. കാർമേഘം കണ്ടാൽ ഉടനെ ഭഗവാനെ ഓർമ്മിക്കണം അല്ലേ? നമ്മൾ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും കാണുമ്പോഴും ഉടനെ അതിനെ ഭഗവാനായിട്ട് റിലേറ്റ് ചെയ്യണം. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ ഓർക്കണം. കാരണം വെച്ചാൽ അതിലുള്ള രുചി എന്താണ്? ഭഗവാനാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഓരോ കാര്യത്തിലും പ്രകൃതിയിലും നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ അല്ലേ ഭഗവാനായിട്ട് റിലേറ്റ് ചെയ്യണം, ഭഗവാനെ സ്മരിക്കുകയാണ് വേണ്ടത്. ഇത് ഭഗവാന്റെ പേര് കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യനെ ഓർമ്മ വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. So unless one is liberated, he should not try to hear about the loving affairs between Radha and Krishna. അപ്പോൾ ഇത് വളരെ ആ ഉത്തമ ശ്രേണിയിലുള്ള ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭഗവാന്റെ ലവിങ് അഫയേഴ്സ്, ഗോപികമാരും രാധാറാണിയും തമ്മിലുള്ള ലവിങ് അഫയേഴ്സിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനോ അതിനെ പറ്റിയിട്ട് പഠിക്കാനോ കാര്യമുള്ളൂ. ഇല്ലാണ്ട് ഇതൊരു മണ്ടൈൻ ലവിങ് അഫയേഴ്സ് അല്ല, നമ്മൾ ചീപ്പായിട്ട് എടുക്കാൻ പാടില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. If one is not liberated and listens to a relation of the rasa dance, he may remember his own mundane activities and illicit connections with some woman whose name may also be Radha. ഒരു ഡിവോട്ടി എന്താ പറയാ, ഒരു മാതാജി പ്രസവ വാർഡില് പ്രസവം അടുത്ത് കിടക്കാണ്. അപ്പൊ ലേബർ പെയിൻ തുടങ്ങിയപ്പോ കൃഷ്ണ കൃഷ്ണ പറഞ്ഞിട്ട് നാമം ജപിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ഇതല്ലേ അടുത്ത ബെഡിൽ കിടക്കുന്ന അവരുടെ ആ മാതാജിയുടെ ഹസ്ബൻഡ് അയ്യോ എന്നെ വിളിച്ചു, അവരുടെ പേര് കൃഷ്ണ എന്നായിരുന്നു. ഈ മാതാജി ലേബർ പെയിൻ കൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കണം. അപ്പൊ അടുത്ത ബെഡിൽ കിടക്കുന്ന ആ പ്രസവിക്കാൻ കിടക്കുന്ന മാതാജിയുടെ ഹസ്ബൻഡിന്റെ പേര് കൃഷ്ണൻ. ഉടനെ ചോദിക്കുക എന്നെ വിളിച്ചു എന്ന്. അതാണ് നമ്മളുടെ സ്റ്റേജ്. ഇവിടെ ഈ ബാർബറുടെ കഥ പറഞ്ഞ പോലെയാണത്. So if one is not liberated and listens to a relation of the rasa dance, he may remember his own mundane activities and illicit connections with some woman whose name may also be Radha. In the conditioned stage, one should not even try to remember such things. By practicing the relative principles, one should rise to the platform of spontaneous attraction for Krishna. അപ്പോൾ നമ്മൾ സാധന ഭക്തിയിൽ കൂടെ രാഗാനുഗ ഭക്തിയിലേക്ക് ഉയരണം. Then and only then should one hear about Radha Krishna Leela. അപ്പൊ ആ സ്റ്റേജിലേക്ക് രാഗാനുഗ ഭക്തിയിലേക്ക് ഏതൊരു ഭക്തനാണോ ആ തലത്തിലുള്ളത് അവർ ആ സ്റ്റേജിൽ മാത്രമേ രാധാകൃഷ്ണ ലീലകളെ പറ്റിയിട്ട് ശ്രവിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. Although these affairs may be very pleasing both to conditioned and to liberated souls, the conditioned soul should not try to hear them. ഇത് കേൾക്കാൻ വളരെ നല്ലതായിരിക്കും, പ്ലീസിങ് ടു ദ ഇയേഴ്സ്. പക്ഷെ കണ്ടീഷൻസ് ഉള്ളു ബദ്ധാത്മാക്കള് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ ഇതിനെപ്പറ്റി കേൾക്കാതിരിക്കുക നല്ലത്. കാരണം അവർ വളരെ ചീപ്പായിട്ട് എടുക്കും, ഭഗവാനെ നിന്ദിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ട് അവർ കേൾക്കാതിരിക്കുക നല്ലത്. The conditioned soul should not try to hear them. The talks between
Ramananda Rai and Sri Chaitanya Mahaprabhu are conducted on the platform of liberation. ഇപ്പോൾ ഈ സംവാദം ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദറായും തമ്മിലുള്ള സംവാദം ഒരു ഭൗതിക തലത്തിലേ അല്ല, ഇത് ഓൺ ട്രാൻസെൻഡന്റൽ പ്ലെയിൻ, ദിവ്യ തലത്തിലാണ്. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങള് കറയില്ലാതെ യാതൊരു ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളില്ലാതെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. വളരെ നിസ്വാർത്ഥമായിട്ടുള്ള ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വി ഷുഡ് ബി വെരി കെയർഫുൾ. ഇങ്ങനത്തത് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാൻ നല്ലതുണ്ട്. ഇതൊന്നും പബ്ലിക്കിൽ ചർച്ച ചെയ്യാനോ മറ്റുള്ളവർക്ക് ഇതിനെ പറ്റിയിട്ട് വിശദീകരിച്ചു കൊടുക്കാനോ അതിനുള്ള യോഗ്യത ഒന്നും നമുക്ക് എത്തിയിട്ടില്ല. നമ്മളെല്ലാം പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളിത് അറിഞ്ഞിരിക്കണം, ഭഗവാന്റെ മഹത്വം അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പ്രഭുപാദ് ഇതൊക്കെ വളരെ വീണ്ടും വീണ്ടും പർപ്പോട്ടിൽ ആവർത്തിച്ച് പറയുന്നത്. നമ്മൾ തെറ്റോ അല്ലെങ്കിൽ അപരാധമോ ചെയ്യാൻ പാടില്ല, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഹരേ കൃഷ്ണ. സോ അടുത്തത് 256 നെക്സ്റ്റ് വീക്ക്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णवी की जय, प्रभुपाद की जय, गुरु महाराज की जय. गो प्रेमानंदे. हरे कृष्णा.